ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം നവകേരള സൃഷ്ടിക്കായി എന്ന പാഠഭാഗമാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യകാലങ്ങളിൽ നിലനിന്നിരുന്ന സാമൂഹികമായിട്ടുള്ള അസമത്വം, അതിൻ്റെ കേരളത്തിലുണ്ടായിട്ടുള്ള വിവിധ പ്രകടിത രൂപങ്ങളും അതിനെ പ്രതിരോധിച്ചിട്ടുള്ള നവോത്ഥാന നായകന്മാരെയും അതിനെ അവർ മുന്നോട്ട് വച്ചിരുന്ന ആശയങ്ങളും അവർ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന സാമൂഹിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ശ്രീനാരായണ ഗുരു വരെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് പിന്നീട് വരുന്ന സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ്. അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, പൊയ്കൈ ശ്രീ കുമാര ഗുരുദേവൻ, അതുപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. അടുത്ത പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമറായിരുന്നു, സാമൂഹിക നവോത്ഥാന നേതാവായിരുന്നു, സാമൂഹിക പരിഷ്കർത്താവായിരുന്നു, സമൂഹത്തിൽ മാറ്റമുണ്ടാകാൻ വ്യക്തിയായിരുന്നു അയ്യങ്കാളി. ഇദ്ദേഹത്തിന്റെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ്. ഇദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നടപടികളായിരുന്നു ഈ സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടികളായിരുന്നു, ലക്ഷ്യങ്ങളായിരുന്നു. ഒന്നാമതായി അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കുക. അതായത് താഴ്ന്ന ജാതിക്കാർക്ക്, അവർണർക്ക് ടു വാക്ക് ഫ്രീലി അലോങ് ദ പബ്ലിക് റോഡ്സ്, പൊതു റോഡുകളിലൂടെ സുഖമായി സഞ്ചരിക്കാനുള്ള അവകാശം കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. രണ്ടാമതായി അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക്, ഡിപ്രസ്ഡ് വിഭാഗത്തിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം നൽകണമെന്ന് ഈ സംഘടന വാദിച്ചു. ഡിപ്രസ്ഡ് ക്ലാസ്സിന് സ്കൂളുകളിൽ പ്രവേശനം വേണമെന്ന് ഇദ്ദേഹം വാദിച്ചു. അടുത്തതായി തൊഴിലാളികൾക്ക് കൂലി വർധന കൊടുക്കണമെന്ന് പറഞ്ഞു. ബെറ്റർ വേജ്, ലേബേഴ്സിന് ബെറ്റർ വേജസ് കൊടുക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ഒരു വ്യക്തിയാണ്. ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഭരണകാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു സഭയാണ് ശ്രീമൂലം പ്രജാസഭ. ഒരു ചെറിയ മന്ത്രിസഭ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇദ്ദേഹം അതിലൊരു അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം 1904 താഴ്ന്ന ജാതിക്കാർക്ക് അല്ലെങ്കിൽ അധസ്ഥിതരായ വിദ്യാർത്ഥികൾക്ക് ഡിപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടി വിദ്യാലയം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ അധസ്ഥിത വിഭാഗങ്ങളുടെ, അതായത് താഴ്ന്ന വിഭാഗങ്ങളുടെ ഡിപ്രസ്ഡ് ക്ലാസ്സുകളുടെ നേതാവെന്ന നിലയിലാണ് ഇദ്ദേഹത്തിന് ശ്രീമൂലം പ്രജാസഭയിൽ അംഗത്വം കിട്ടിയത്. ഇനി ഇദ്ദേഹം നടത്തിയ 2 പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു വില്ലുവണ്ടിയിലൂടെ ചരിത്രയാത്ര, വില്ലുവണ്ടിയിലൂടെയുള്ള ഹിസ്റ്റോറിക് ജേണി. ഇത് നടക്കുന്നത് 1893 വില്ലുവണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം കാളവണ്ടിയാണ്. ഈ യാത്ര നടത്തിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ താഴ്ന്ന ജാതിക്കാർക്കും എല്ലാവർക്കും പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം തിരുവിതാംകൂറിൽ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചത്. അടുത്തതായി ഇദ്ദേഹം നടത്തിയ മറ്റൊരു സമരമായിരുന്നു കല്ലുമാല സമരം, കല്ലുമാല അജിറ്റേഷൻ. കല്ലുമാല സമരം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾ കല്ലുമാലയാണ് ധരിച്ചിരുന്നത്. അവർക്ക് നല്ല ആഭരണങ്ങളൊന്നും ധരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഈ താഴ്ന്ന ജാതിക്കാരുടെ ചിഹ്നമായ കല്ലുമാലകളൊക്കെ വലിച്ചെറിയണമെന്ന് അയ്യങ്കാളി അവരോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെല്ലാവരും അവരുടെ കല്ലുമാലകൾ വലിച്ചെറിയുകയും അത് ഒരുപാട് ഉയരത്തിൽ കുമിഞ്ഞുകൂടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി അയ്യങ്കാളി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമുണ്ട്. താഴ്ന്ന ജാതിക്കാരായ, അതായത് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഡിപ്രസ്ഡ് ക്ലാസ്സിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ, എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു പ്രഖ്യാപനമാണ്: ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. When the students from the depressed classes were denied education, Ayangali proclaimed, if our children are denied education, we will grow weeds all over the paddy fields. അതായത് താഴ്ന്ന ജാതിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം കൊടുത്തില്ലെങ്കിൽ എല്ലാ പാഠങ്ങളിലും മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. മുട്ടിപ്പുല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഉപയോഗത്തിനും പറ്റാത്ത വെറും പുല്ലാണ്. കള എന്ന് പറയുന്ന, പാഴ്ചെടികൾ എന്ന് പറയുന്ന പുല്ലിനാണ് മുട്ടിപ്പുല്ലെന്ന് പറയുന്നത്. അതായത് താഴ്ന്ന ജാതിക്കാരാണ് കൃഷിപ്പണി ചെയ്യുന്നത്.
പാടത്തും പറമ്പിലുമൊക്കെ കൃഷിപ്പണി ചെയ്യുന്ന താഴ്ന്ന ജാതിക്കാരാണ്. ആ താഴ്ന്ന ജാതിക്കാരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ കൃഷിപ്പണി ചെയ്യില്ല. അപ്പോൾ പാടത്ത് ഒന്നും ഉണ്ടാകില്ല, വെറും പുല്ല് മാത്രമേ മുളക്കുള്ളൂ. അപ്പോൾ ഉയർന്ന ജാതിക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നും കിട്ടില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇനി ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് വിദ്യാഭ്യാസം സാമൂഹ്യ മൂലധനമാണ്, ഒരു സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സമൂഹത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാണ് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് ഇദ്ദേഹം പറഞ്ഞു. അടുത്ത ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു, സാമൂഹിക പരിഷ്കർത്താവായിരുന്നു, സമൂഹത്തിൽ പുരോഗതിക്ക് വേണ്ടി മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച വ്യക്തിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹത്തിന് മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ എന്നീ ഇന്ത്യൻ ഭാഷകളിൽ നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, പ്രൊമോട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. മാത്രമല്ല അന്ധവിശ്വാസങ്ങൾക്കെതിരെ, സൂപ്പർസ്റ്റിഷൻസിനെതിരെ ഇദ്ദേഹം നിലകൊണ്ടു. മാത്രമല്ല സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു, വിമൻ എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിച്ചു. കൂടാതെ ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലുള്ള പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. സയൻസും അതുപോലെ തന്നെ ആർട്സിനെ കുറിച്ചുള്ള പഠനത്തെ, ആർട്സിനെ കുറിച്ചുള്ള പഠനത്തെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മാത്രമല്ല വിദ്യാഭ്യാസ പ്രചാരണത്തിന് വേണ്ടി, എഡ്യൂക്കേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ഓർഗനൈസേഷൻസുകളെ, സംഘടനകളെ ഇദ്ദേഹം പ്രേരിപ്പിച്ചു. മാത്രമല്ല ഇദ്ദേഹം ഒരു പത്രം സ്ഥാപിക്കുന്നുണ്ട്. ആ പത്രത്തിന്റെ പേരാണ് സ്വദേശാഭിമാനി പത്രം. തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ അഴിമതികളെയും അനീതികളെയും ഒക്കെ വിളിച്ചെത്തു കൊണ്ടുവരികയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയൊക്കെ പ്രതികരിക്കുകയും ചെയ്ത ഒരു പത്രമായിരുന്നു സ്വദേശാഭിമാനി പത്രം. ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ മുഖ്യ പത്രാധിപരായിരുന്നു, ഇതിന്റെ ചീഫ് എഡിറ്ററായിരുന്നു രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്ന മഹാൻ. ഈ സ്വദേശാഭിമാനി എന്നുള്ള പത്രത്തിലൂടെ അന്നത്തെ ഭരണകർത്താക്കളുടെ അഴിമതി കഥകളും അനീതികളും വിമർശിച്ചതുകൊണ്ട് ഈ പത്രം 1910 കണ്ടുകെട്ടുകയും, അതായത് ഈ പത്രം കോൺഫിസ്കേറ്റഡ് ചെയ്യുകയും പത്രം നിരോധിക്കുകയും ആ പത്രത്തിന്റെ പത്രാധിപരായിരുന്ന എഡിറ്ററായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും എക്സ്പെല് ചെയ്യുകയും തിരുവിതാംകൂറിൽ നിന്ന് എക്സ്പെല് ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ പത്രം വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടി ആളുകൾ നിർബന്ധിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത്, എൻ്റെ പത്രാധിപരായ ശ്രീ രാമകൃഷ്ണ പിള്ള ഇല്ലാതെ എനിക്ക് എന്തിനാണ് പത്രം, എന്തിനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രവർത്തന മേഖലയായിരുന്നു കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘം എന്നുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി ഇദ്ദേഹം സഹകരിച്ച് പ്രവർത്തിച്ചു. മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ ഒരുപാട് തെറ്റായ കാര്യങ്ങൾക്കെതിരെ അതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ഇദ്ദേഹം സ്ഥാപിച്ച ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ച 2 മാസികകളാണ് മുസ്ലിം എന്നുള്ള ഒരു മാസികയും അതുപോലെ തന്നെ അൽ ഇസ്ലാം എന്നുള്ള മാസികയും ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മാഗസിനുകൾ, അതായത് മുസ്ലിം എന്നുള്ളതും അൽ ഇസ്ലാം എന്നുള്ളതും 2 മാഗസിനുകളും സ്വദേശാഭിമാനി എന്നുള്ള ന്യൂസ് പേപ്പറുമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ്: സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ വേണ്ട സഹായങ്ങൾ കൊടുക്കുകയും വേണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. മാത്രമല്ല മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. മതത്തെക്കുറിച്ച് മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല, മതത്തെക്കുറിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചും ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചും എല്ലാം പഠിക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് നമ്മുടെ പിന്നോക്കാവസ്ഥ, സോഷ്യൽ ബാക്ക്വേർഡ്നെസ്, സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വിദ്യാഭ്യാസമാണ്, എഡ്യൂക്കേഷൻ നേടലാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അടുത്ത ഒരു സോഷ്യൽ റിഫോമറാണ് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. ഇദ്ദേഹം പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ജനനം തിരുവല്ലയിലെ ഇരവിപേരൂരാണ്. ഇദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇദ്ദേഹം ഒരു ഫിലാന്ത്രോപിസ്റ്റ് ആയിരുന്നു, അതായത് മനുഷ്യസ്നേഹിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഇദ്ദേഹം പ്രചരിപ്പിച്ചത് പാട്ടുകളിലൂടെയും പ്രസംഗത്തിലൂടെയുമായിരുന്നു. പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയോളജീസ് ത്രൂ സോങ്സ് ആൻഡ് സ്പീച്ചസ്.
മാത്രമല്ല ഇദ്ദേഹം അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ചു. വിദ്യാഭ്യാസത്തെയും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി, നോളജ്, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി, ആത്മീയത, മതത്തെക്കുറിച്ചുള്ള അറിവാണ് സ്പിരിച്വാലിറ്റി, അതിനെയും ഇദ്ദേഹം യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അടുത്തതായി ഇദ്ദേഹം ചെയ്തത് ജാതി വിവേചനത്തിനും കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ ചൂഷണത്തിനുമെതിരെ ഇദ്ദേഹം പ്രവർത്തിച്ചു. അതുപോലെ തന്നെ അടിമ വ്യവസ്ഥക്കെതിരെ, സ്ലാവറിക്കെതിരെ, ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നതിനെതിരെ ഇദ്ദേഹം പ്രതികരിച്ചു. മാത്രമല്ല മനുഷ്യ സ്നേഹത്തിനും അതുപോലെ തന്നെ സഹോദരത്തിനു വേണ്ടി, ബ്രദർഹുഡിനു വേണ്ടി, അതുപോലെ തന്നെ യൂണിവേഴ്സൽ പീസ്, ലോക സമാധാനത്തിനും യൂണിവേഴ്സൽ ബ്രദർഹുഡിനും വേണ്ടി ഇദ്ദേഹം പ്രവർത്തിച്ചു. ഇദ്ദേഹം ഒരു നല്ല ഫിലാന്ത്രോപിസ്റ്റ് ആയിരുന്നു, നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു. ഇദ്ദേഹം 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അന്നത്തെ പഴയകാലത്ത് കേരളത്തിലെ ഒരു ഭരണകാര്യങ്ങൾ തീരുമാനിക്കുന്ന സഭയായിരുന്നു ശ്രീമൂലം പ്രജാസഭ. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സമരമായിരുന്നു ഒരു യുദ്ധവിരുദ്ധ ജാഥ. ദ ആന്റി വാർ മാർച്ച്. ഇത് 1-ാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്കാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്. ഇതിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം, സ്ലോഗൻ എന്ന് പറയുന്നത് സമാധാനം ലോകത്തിന് സമാധാനം, പീസ് ഫോർ വേൾഡ് എന്നായിരുന്നു. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നീക്കമായി ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ ജാഥ നടത്തിയത് കൊണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അന്നത്തെ സമൂഹത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ശ്രീ കുമാരഗുരുദേവൻ എഴുതിയ ഒരു പാട്ടാണ് സ്ക്രീനിൽ കാണുന്നത്. കാണുന്നില്ലോരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ, മാതാപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾക്കും പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു, ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. താഴ്ന്ന ജാതിക്കാരുടെ അവസ്ഥയാണ് ഈ പാട്ടിൽ പ്രതിപാദിക്കുന്നത്. അതായത് താഴ്ന്ന ജാതിക്കാരെ കുറിച്ചുള്ള ചരിത്രങ്ങളൊന്നും ലഭ്യമല്ല. ഉയർന്ന ജാതിക്കാരെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ താഴ്ന്ന ജാതിക്കാരെ കുറിച്ച്, അവരുടെ വംശത്തെക്കുറിച്ച് ഒന്നും എവിടെയും എഴുതപ്പെട്ടിട്ടില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അവരുടെ മാതാപിതാക്കൾക്ക് വന്ന പ്രയാസങ്ങളായിരുന്നു. മാതാപിതാക്കളെ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ കാളകൾക്കും പോത്തുകൾക്കും കൂടെ ഇണയായിക്കൊണ്ട് നിലമുഴാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് ഉഴുതിരുന്നു. മാത്രമല്ല അവർക്ക് മതിയായ ഭക്ഷണമോ കൂലിയോ ഒന്നും കൊടുത്തിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തൊരു സോഷ്യൽ റിഫോമറാണ് മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ നേതൃത്വം കൊടുത്ത സോഷ്യൽ ലിബിൾസിനെതിരെ പ്രതികരിച്ച ഒരു റിഫോമറാണ് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചു. മാത്രമല്ല അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഇദ്ദേഹം പ്രതികരിച്ചു. മാത്രമല്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി, പോവർട്ടി അലിവിയേഷന് വേണ്ടി ഇദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. മാത്രമല്ല സ്ത്രീ പുരുഷ സമത്വത്തിന് ഇദ്ദേഹം പ്രാധാന്യം നൽകി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അയ്യങ്കാളി, പൊയ്കേഴ് ശ്രീ കുമാരഗുരുദേവൻ, അതുപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ വാഗ്ഭടാനന്ദൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.